മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, CPI യോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി, PM ശ്രീ ഒപ്പിട്ടത് വിനയായി എന്നൊക്കെ വാർത്ത കൊടുത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനിയും നടപ്പിലാക്കും. അത് കേന്ദ്രം ഭരിക്കുന്ന BJP തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ഫണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഫണ്ടാണ്. അതുപോലെ തന്നെ NEP നടപ്പിലാക്കില്ല എന്ന് ഉള്ള നിലപാട് അങ്ങനെ തന്നെയാണ് നിലപാട്. അത് ഈ പാഠപുസ്തകം അക്കാഡമിക്കായിട്ടുള്ള കാര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാഡമിക്കായിട്ടുള്ള കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചുള്ള സമീപനമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് NEP നടപ്പിലാക്കണമെന്നും ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകത്തിൽ 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകത്തിൽ അവർ പറയുന്ന പാഠഭാഗങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന് നിരവധി പ്രാവശ്യമാണ് ഇവിടെ SCERT ഡയറക്ടർക്ക് കത്ത് വന്നിട്ടുള്ളത്. SCERT ഡയറക്ടർ ഇവിടെ ഉണ്ട്, ചോദിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ഞങ്ങളത് നിഷേധിക്കപ്പെട്ടിട്ട് കേരളത്തിൻ്റേതായ പാഠപുസ്തകമാണ് ഇതിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പത്രങ്ങളിൽ നിന്ന് കണ്ടു മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവും എതിരായിട്ടുണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ ചെറിയൊരു പുറകോട്ടടിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് ഉള്ളത് ഒരു സ്ഥലത്തും വിലയിരുത്തിയിട്ട് പോലുമില്ല. സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന നിലയിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ള നിലപാടൊക്കെ തന്നെ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും ക്യാബിനറ്റിനെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ്. അത് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾക്കും അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കിട്ടിയ അംഗീകാരമാണ് കേരള സംസ്ഥാനത്താകെ നമ്മൾ ഓരോ സ്ഥലത്തെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ റിവ്യൂ നടത്തി. ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. അത് ആരുടെയെങ്കിലും പ്രത്യേക കുറവുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള നിലയിലുള്ള പ്രചരണം ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചരണമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇതിലിപ്പം ഒരു പത്രത്തിൽ കാണുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ ജനവികാരമുണ്ട്. ഒരു പത്രത്തിൽ വന്നതാണ്. ആൾക്കാർ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഇതാരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞതാണോ അതേ നിങ്ങളുടെ ആരുടെയും ഭാവനയിൽ തിരഞ്ഞെടുത്താണെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF BJP സഖ്യത്തിന് വളം വച്ചു കൊടുക്കാൻ വാർത്ത ചമയ്ക്കുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തമായി പറയുകയാണ്, വർഗീയതയുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസിൻ്റെ വഞ്ചനയും അതിനെ കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. കോൺഗ്രസ് BJP ജനവിരുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഇടതുപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ പോരാടും. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഈ തലസ്ഥാന നഗരിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം BJPക്കാർ കൗൺസിൽ യോഗം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി സമ്മതിച്ചിരുന്നില്ല. എല്ലാ ദിവസവും സംഘർഷമായിരുന്നു. ഞങ്ങൾ ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ന്യായമായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കും. പക്ഷേ കൗൺസിലിനെ നടത്തിക്കൊണ്ട് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ പോകുന്നില്ല. ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി 2 മാസത്തിനകം ഇവിടെ വരുമെന്ന് പറഞ്ഞ് തലസ്ഥാന നഗരത്തിൻ്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി. ഞങ്ങൾക്കും ചില കാര്യങ്ങൾ കോർപ്പറേഷനോടും പറയാനുണ്ട്, പ്രധാനമന്ത്രിയിലും പറയാനുണ്ട്. ആദ്യം അദ്ദേഹം നമുക്ക് ഈ തലസ്ഥാന നഗരിലെ ജനങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം വന്ന് തിരിച്ചു പോയി ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും തെരുവ് നായ്ക്കളെ മുഴുവൻ തന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ
ആദ്യമായി പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്കൂൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ BJPക്കാർ ഒരുപാട് സമരം ചെയ്ത ഒരു വിഷയമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഈ രംഗത്തെ വിദഗ്ധന്മാരെ ഉപയോഗിച്ചുള്ളവർ ഏതെങ്കിലും ഒരു കമ്മിറ്റി എന്തെങ്കിലും എടുത്ത ശേഷം ഈ വിഷയം എങ്ങനെ നമുക്ക് അദ്ദേഹം വന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാരൊന്ന് പറഞ്ഞു, പിന്നെ പ്രധാനമന്ത്രി വന്ന് ഈ തലസ്ഥാന നഗരത്തെ പിന്നെ ഇത് എത്രയോ വർഷമാകുമ്പോൾ പിന്നെ എന്തോ ഒരു കാര്യം ഞാൻ പത്രത്തിൽ കണ്ട് 2031 എല്ലാവരും വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ആദ്യം മാറ്റേണ്ടത് പിന്നെ ഈ തെരുവ് നായ്ക്കളെയാണ്. അതിന് പിന്നെ മുൻകൈ എടുക്കണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തണം എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ ഉള്ളത്.